എത്തിയിരിക്കുന്നത് ഉദയന്നൂർ ദേവീക്ഷേത്രം. ഉദയന്നൂർ ദേവീക്ഷേത്രം എന്ന് പറയുന്നത് ഭദ്രകാളിയുടെ ദേവീക്ഷേത്രമാണ്. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, കിളയാർ പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രമുള്ളത്. അപ്പോൾ ഈ ക്ഷേത്രം വരുന്നതിന് മുമ്പ് ഇവിടെ താമസിക്കുന്ന ഒരു അമ്മയും മകനും, നീലകണ്ഠൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. 10-12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു മാഷാണ് ആ കുട്ടിയെ പഠിപ്പിച്ചിരുന്നത്. പകരമായിട്ട് ഈ കുട്ടിയുടെ അമ്മ അവിടെ ഈ വീട്ടുജോലി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറ്. വളരെ സ്നേഹമായിരുന്നു ഈ കുട്ടിയോട് മാഷിന്. പിന്നെ നീലകണ്ഠൻ എന്ന് പറയുന്ന ഈ കുട്ടി ഒരു പ്രളയം വന്നു. ആ പ്രളയ സമയത്ത് കിളയാർ പുഴയുടെ തീരത്തുള്ളൊരു തെങ്ങിൻ്റെ മുകളിൽ തേങ്ങ ഇടാൻ കയറിയപ്പോൾ ആ പുഴയിലൂടെ ഒരു മുടി ഒഴുകി വന്നു. അത് കണ്ടു. അങ്ങനെ നീലകണ്ഠൻ ആ മുടി എടുക്കാനായിട്ട് പുഴയിലേക്ക് ചാടി. ആ പുഴയിലേക്ക് ചാടിയ നീലകണ്ഠനെ പിന്നെ ആരും കണ്ടില്ല. അങ്ങനെ മാഷ് നീലകണ്ഠനെ അന്വേഷിച്ച് വന്നു. അപ്പോൾ ആരോ വെള്ളത്തിൽ വീണായിട്ട് ആരോ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാഷ് ആ കുട്ടിയെ അന്വേഷിച്ച് കിട്ടിയില്ല. അങ്ങനെ മരിച്ചു എന്ന് കരുതി. അങ്ങനെ 7-ാം ദിവസം ഈ മുടിയും ഈ നീലകണ്ഠൻ എന്ന് പറയുന്ന കുട്ടിയും പുഴയുടെ തീരത്ത് വന്നു, ജീവനോടെ വന്നു. അങ്ങനെ ആ മുടി അവിടെ പ്രതിഷ്ഠിക്കുകയും അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐതിഹ്യമുള്ളത്. ഇതിനുശേഷം ഇന്നീ കാണുന്ന ക്ഷേത്രം പണിതിരിക്കുന്നത് 1958 എന്നാണ് ഇത്രയും വിപുലമായിട്ട് ബ്രാഹ്മണ സമൂഹത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു. എന്തു തന്നെയായാലും ഭദ്രയാണ് ഇവിടെ പ്രതിഷ്ഠ. വടക്കോട്ടാണ് ദർശനം. സാധാരണ കിഴക്കും പടിഞ്ഞാറുമാണ് ദർശനം. ഇത് വടക്കോട്ടുള്ള ദർശനം എന്ന് പറയുന്നത്, സാധാരണ കിഴക്കോട്ടുള്ള ദർശനം ശാന്തസ്വരൂപിണിയായിരിക്കും. ഈ പറയുന്ന പടിഞ്ഞാറോട്ടുള്ളത് ഈ പറയുന്ന ഉഗ്രരൂപിണിയായിരിക്കും. വടക്കോട്ടുള്ളത് അത്യുഗ്രരൂപിണി എന്നാണ് പറയപ്പെടുക. മാത്രമല്ല ഇവിടെ ദുർഗയുണ്ട്, ഗണപതിയുണ്ട്, ധർമ്മശാസ്താവുണ്ട്, മാടൻ തമ്പുരാനുണ്ട്. നല്ലൊരു അമ്പലം. ഈ അമ്പലത്തിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അടയാണ് ദേവിക്ക് പ്രാധാന്യം. അടയെന്ന് പറയുന്നത് ഒറ്റയടയുണ്ട്, അരയടയുണ്ട്, കാലടയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള പ്രായമായിട്ടുള്ള അമ്മമാരാണ് ഈ അട ഉണ്ടാക്കുന്നത്. അപ്പോൾ അടസമർപ്പണം നമുക്കിവിടെ എഴുതിക്കാം. നമ്മളെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അടയാണ് ഇവിടെ പ്രാധാന്യമായിട്ടും ചെയ്യുന്ന ഒരു സമർപ്പണം. പിന്നെ ദുർഗാദേവിക്ക് നെയ്വിളക്ക്, അതും പ്രാധാന്യം തന്നെയാണ്. ഈ ഉദയന്നൂർ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മരുതൻകുഴി എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള സ്ഥലത്താണ്. നമുക്ക് ലൊക്കേഷൻ ഇട്ട് കിട്ടും. ഉദയന്നൂർ ദേവീക്ഷേത്രം എന്നുള്ളത് കിട്ടും. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും. ഞാനത് കാണിച്ചു തരാം. വലിയൊരു ക്ഷേത്രമാണ്. ഞാൻ ഈ ക്ഷേത്രം ഇവിടെ വന്നപ്പോൾ എനിക്ക് മറ്റൊരു ക്ഷേത്രമായിട്ട് എനിക്കൊരു മലയാളപ്പുഴ അമ്മയുടെ ക്ഷേത്രമായിട്ട് സമാനമായിട്ട് തോന്നിയ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. മലയാളപ്പുഴയിലും ഇതേ ഒരു ആംബിയൻസാണ് എല്ലാം. അപ്പോൾ ആ ഒരു ആംബിയൻസ് എനിക്ക് ഇവിടെയും തോന്നിയാണ്. ഇവിടെ ഒരു നാഗപ്രതിഷ്ഠയുണ്ട്. ഈ നാഗപ്രതിഷ്ഠ പിന്നെ വന്നതാണ്. ഈ നാഗപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അട സമർപ്പണത്തിന് വേണ്ടി വന്ന ഒരു അമ്മ, ആ അമ്മ അട സമർപ്പിക്കാനുള്ള പൈസയും എല്ലാം ഇവിടെ വച്ചിട്ട് പുഴയിൽ കുളിക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് ഈ പൈസയും കൊണ്ട് ഒരു മോഷ്ടാവ് ഇതെടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളെ
വഴിവക്കത്ത് ബോധരഹിതനായിട്ട് കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അയാളെ വിളിച്ച് എണീപ്പിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അയാളെ പിന്നാലെ സർപ്പങ്ങൾ പിന്നാലെ വന്നു അങ്ങനെയാണ് അയാൾ ബോധം കെട്ട് വീണതെന്നാണ്. അപ്പം അന്ന് തൊട്ട് ഇവിടെ നാഗത്തന്മാരുടെ ചൈതന്യം ഉണ്ടെന്നറിയപ്പെടുകയും അങ്ങനെ നാഗപ്രതിഷ്ഠ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും ഉള്ളത്. ദേവിയുടെ നടയാണ് ഉണ്ടോ, ഉദയന്നൂർ ദേവിയുടെ നട. ദേവിയുടെ ചൈതന്യം എല്ലാവർക്കും ലഭിക്കട്ടെ. ഐശ്വര്യത്തോടു കൂടി പ്രാർത്ഥിക്കാം.